ഹായ് ഫ്രണ്ട്സ്, ഇനി നമുക്കൊരു കോവയ്ക്ക കറി തയ്യാറാക്കാം. അത് മീൻ കറിയുടെ ടേസ്റ്റിലാണ്. അതിന് ഞാൻ 250 കോവയ്ക്ക എടുത്തിട്ടുണ്ട്. അതിനകത്തിലേക്ക് ഞാൻ ഒരു സവാളയും 2 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു 1.5 സ്പൂൺ മുളക് പൊടി, ഒരു 1/4 സ്പൂൺ ഉലുവാപ്പൊടിയാണ്, 1/2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിനകത്തിലേക്ക് നമുക്കൊരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് നമ്മുടെ ഉപ്പ് ആവശ്യത്തിന്. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില. ഇതിനകത്തിലേക്ക് 2 കുടംപുളി ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്തിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്കറിയാലോ കോവയ്ക്കയുടെ ഒരു വേവൊക്കെ, അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഇത്രയും വെള്ളം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഫ്ലെയിം കത്തിച്ച് കൊടുക്കാം. ഇനി ഇത് തിളച്ച് ഒന്ന് വെന്ത് വരണം. ഇനി നമുക്ക് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, 4-5 ചെറിയ ഉള്ളി ചെറുതായിട്ട് തന്നെ അരിഞ്ഞാൽ. ഇനി നമുക്കിത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. നമ്മുടെ കോവയ്ക്ക നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അതിനകത്തിലേക്ക് നമുക്ക് അരച്ച് വെച്ച് അരപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരണം. നമുക്കപ്പോഴത്തേന് കടുക് വറക്കാം. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് ഇട്ട് വന്നപ്പോൾ കുറച്ച് ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞാണ്, കറിവേപ്പില, വറ്റൽമുളക്. നമ്മുടെ കറിക്കകത്തോട്ട് നമുക്ക് കടുക് വറുത്ത് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ല കുറുകിയ അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്.